സീരിയസ് ആയിട്ട് പറയാം, ആ OET റിസൾട്ട് നമ്മുടെ ഫോണിൽ തുറന്ന് കാണുന്ന അത്ര സന്തോഷം പിന്നെ ഒരിക്കലും കിട്ടില്ല. ഇന്ത്യയിലെ നഴ്സസായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാകാൻ സാധിക്കാത്തൊരു ഫീൽഡാണ്. യു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട്, യു ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. കുറേ ഡേറ്റാസ് ഉണ്ട്, അവർക്ക് വേണ്ട ഡേറ്റ മാത്രം നമ്മൾ കൊടുക്കുന്നു അല്ലേ? അതല്ലേ സാർ എപ്പോഴും പറയുന്നത്. ഇതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ OET 4 മൊഡ്യൂൾസിനോട്. ഇവിടെ കിട്ടുന്നതിനേക്കാളും കുറേയും കൂടെ വാല്യൂ കിട്ടുന്നുണ്ട്. Learning the language is very important, not just passing the test. ഇന്നല്ലെങ്കിൽ നാളെ ഒരു രജിസ്റ്റേർഡ് ഒരു നേഴ്സായ ഒരാൾ ഈ കടമ്പ കടന്നാൽ മാത്രമേ നമുക്കൊരു നല്ല ലൈഫ് കിട്ടത്തുള്ളൂ. OET ക്ലിയർ ചെയ്യാൻ ആവശ്യമായ 7 കാര്യങ്ങൾ അടുത്തിടെ ഞാൻ പറയുണ്ടായി. വരുന്ന ദിവസങ്ങളിൽ IRSലൂടെ OET ക്ലിയർ ചെയ്ത 100 കണക്കിന് കാൻഡിഡേറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വി ഹാവ് എ വെരി സ്പെഷ്യൽ ഗസ്റ്റ്. 4 വർഷം മുമ്പ് IRSൽ നിന്ന് OET ക്ലിയർ ചെയ്ത് UK വർക്ക് ചെയ്യുന്ന ജോർജ് ജോസഫ്സൺ is with us. Hi George. Hi. It's been 4 long years. Yes, more than 4, now 4.5 years. 4.5 years, yeah. Right. So tell me, IRSന് മുൻപും പിൻപും, അതായത് how's it? അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ 4.5 വർഷമായി ഇവിടുന്ന് പാസ്സായി. UK പോയിട്ട് ഇപ്പോൾ 4.5 വർഷമായി. ഞാൻ എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും ഞാനിവിടെ വരാറുണ്ട്. കാരണം ആ വരാറുള്ളതിൻ്റെ കാര്യം എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തത് IRS ആണ്. അത് ഞാൻ ഒരുപാട് ആൾക്കാർ ചോദിക്കും ലൈഫ് ചേഞ്ച് ചെയ്തത്. കാരണം ഞാൻ ഈ OET അന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നു. OETയെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല. ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഇവിടുത്തെ ഉള്ള ട്രെയിനേഴ്സും ഇവിടെ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് OET എന്താണെന്നും അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്താണെന്നും അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് നല്ല ട്രെയിനിങ് മെറ്റീരിയൽസും എല്ലാം യൂസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു. ഞാൻ പാസ്സായി. അതിനുശേഷം UK പോവുകയായ നല്ലൊരു ജീവിതം പടുത്തുയർത്താൻ നമ്മളെ സഹായിച്ചു. ആക്ച്വലി എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് എപ്പോഴും ഞാൻ ഇവിടെ എല്ലാവരോടും ലൈഫ് ചേഞ്ച് ചെയ്ത് IRS ഞാൻ ജോയിൻ ചെയ്തതാണ്. ആ ജോയിൻ ചെയ്ത ദിവസവും OET പാസ്സായ ദിവസവും ഞാൻ ഇന്ന് ഓർക്കുന്നു. I still remember ജോർജ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. It was like, a huge event, right? And we all were happy for you. അതിനുശേഷം അത്രയും സന്തോഷിച്ചിട്ടുണ്ടോ? അതിനുശേഷം സീരിയസ് ആയിട്ട് പറയാം, ആ OET റിസൾട്ട് നമ്മുടെ ഫോണിൽ തുറന്ന് കാണുന്ന അത്ര സന്തോഷം പിന്നെ ഒരിക്കലും കിട്ടില്ല. പിന്നെ എൻ്റെ വിസ അടിക്കുന്നു, നമ്മൾ OSCE പാസ്സാവുന്നു, അതൊക്കെ അത് നോർമലായിട്ടും കഴിഞ്ഞു പോകും. പക്ഷേ ആ പാസ്സാകുന്ന ആ നിമിഷത്തിലുള്ള സന്തോഷം പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. Now you work in a nursing home. Yes. In West Sussex? West Sussex, yeah. Brighton അടുത്താണ്. അതെ. How's life working as a registered nurse in a nursing home? ഈ രജിസ്റ്റേർഡ് നേഴ്സിംഗ് ഹോം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് എൻവിറോൺമെൻ്റ് ആണ്. അത് ഒരു ഹോസ്പിറ്റൽ എൻവിറോൺമെൻ്റ് അല്ല, ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവിറോൺമെൻ്റ് ആണ്. കുറേ നല്ല ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ അലേർട്ടായിട്ട് നമ്മുടെ പേഷ്യൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കും. നമ്മളാണ് ഡിസിഷൻ എടുക്കുന്നത്, നേഴ്സാണ് അവിടെ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം ഡോക്ടേഴ്സ് ഇല്ല, അതിനൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം നമ്മൾ ഡിസിഷൻ എടുക്കണമെന്നതിന് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പം ഇവിടെ 4.5 വർഷത്തോളമായിട്ട് ഒരേ സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നഴ്സിംഗ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ദ വെസ്റ്റേൺ കൺട്രീസ്. UK ഓസ്ട്രേലിയയിലോ ഒക്കെയുള്ള നഴ്സിംഗ് ഇന്ത്യയിലെ നഴ്സസായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാകാൻ സാധിക്കാത്തൊരു ഫീൽഡാണ്. യു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട്, you have responsibilities. Nurse-led procedures are there, like you said, you manage everything. And I suppose you are a deputy manager? Yes. Okay. So nursing in the UK, and it's one of the most powerful jobs. Do you agree? Yes. നേഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും നേഴ്സുമാർ എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും ഞാനും പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ കിട്ടുന്നേക്കാൾ നമുക്ക് നേഴ്സിംഗ് ഫീൽഡിൽ അവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളാണ് അവിടെ ഡിസിഷൻ മേക്കേഴ്സ് ഓൾവേസ്. നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പറയുകയാണ് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ആക്ഷനാണ് അവർ ഡോക്ടേഴ്സാരും എടുക്കുന്നത്. അപ്പം അതൊരു നമ്മളാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫാമിലിയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരോടും മെഡിക്കൽ പ്രൊഫഷണൽസിനോട്, സോഷ്യൽ വർക്കേഴ്സിനോട് ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ്
ഡീൽ എന്ന് പറയുന്നത് നേഴ്സാണ് സംസാരിക്കുന്നത്. എസ്പെഷ്യലി യു ലീഡ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. ആൻഡ് ദർ ഈസ് അങ്ങനെയാണ് ഈ നേഴ്സിംഗ് ഹോം എന്ന് പറയുന്നത് ഒരുപാട് പ്രൊഫഷണൽസുകൾ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ നമുക്കവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത്രയും നല്ലൊരു വാല്യൂ അപ്പം നമുക്ക് പുറത്തെ കൺട്രി കിട്ടുന്നുണ്ട്, ഇവിടെയും കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ ഒരു നല്ല ഒരു പൊസിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നല്ല ജീവിത സാഹചര്യമുണ്ട്. ഇതെല്ലാം നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി IRS വന്ന് നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതാണ് ഞാൻ എപ്പോഴും പറയും, ലൈഫ് ചേഞ്ച് ചെയ്തത് IRS ഗ്രൂപ്പ് തന്നെയാണ്. IRSലെ സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, IRSലെ OET പ്രിപ്പറേഷൻ വ്യത്യസ്തമാണ്. എസ്പെഷ്യലി ഐ ഓൾവേസ് സേ ദാറ്റ് ലേണിംഗ് ദ ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ജസ്റ്റ് പാസിംഗ് ദ ടെസ്റ്റ്. അതെത്രമാത്രം അവിടെ എക്സ്പീരിയൻസ് ചെയ്തു അല്ലെങ്കിൽ അത് സഹായിച്ചു? അത് മെയിൻ തിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ആരൊക്കെ ആയാലും ഇവിടെ പാസ്സായി പോകുന്ന ഒരാൾ അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മളിവിടെ പഠിച്ച ഒരു കാര്യം. ഞാൻ പറയാം. എക്സാമ്പിൾ നമ്മൾ റൈറ്റിംഗ് എഴുതുന്നു. ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് സമ്മറി അത് നമ്മൾ തന്നെയാണ് ടൈപ്പ് ചെയ്യണം. അത് സെയിം ഈ റൈറ്റിംഗ് തന്നെയാണ്. റൈറ്റിംഗ് ടാസ്ക് കുറേ ഡേറ്റാസ് ഉണ്ട്, അവർക്ക് വേണ്ട ഡേറ്റ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഒരുപക്ഷെ അവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ IRSൻ്റെ ഈ സ്പീക്കിങ്ങിനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ലിസണിങ് എങ്ങനെ ഉപയോഗം, എക്സ്പെഷ്യലി നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ലിസണിങ്ങിന് സമയം നമുക്ക് ഈ കുറേ പ്രായമായ ആൾക്കാർ സംസാരിക്കുന്ന ലിസണിങ് കേൾക്കുന്നത്, അതിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്കവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെൻ യു വർക്ക് ഇൻ എ നഴ്സിംഗ് ഹോം അതാണ് അതിൻ്റെ ഉപകാരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കവിടെ ഉപകാരപ്പെടുന്നു. റീഡിങ്, നമ്മൾ പേഷ്യൻ്റെ ഒരു ഡിസ്ചാർജ് സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഫുള്ള് വായിക്കണമെന്നില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി. പിന്നെ ഇതെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഈ OETയുടെ 4 മൊഡ്യൂൾസിലൂടെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഫീൽ ചെയ്തതാണ്. ഞാൻ എപ്പോഴും കാൻഡിഡേറ്റ്സിനോട് പറയും, ലൈക്ക് വെൻ യു ആർ വറീഡ് അബൌട്ട്, സ്ട്രെസ്ഡ് അബൌട്ട് ദി എക്സാം ഫീ അല്ലെങ്കിൽ OET പ്രിപ്പറേഷനുള്ള കോസ്റ്റ്, ഞാൻ പറയും ഒരു ഫോറിൻ കൺട്രിയിൽ 2-3 ദിവസം ആപ്പിൾസും ഓറഞ്ചസും പിക്ക് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന പൈസയാവുന്നുള്ളൂ. സോ ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ഇറ്റ്. വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മൾ എഴുതുമ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വന്നൊരു 35,000 റുപ്പീസാണ് ഒരു എക്സാം എഴുതുന്നത്. ഓക്കെ, നമ്മൾ ഒന്ന് എഴുതി കിട്ടിയില്ല, ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. നമ്മൾ എഴുതുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഒരു രജിസ്റ്റേർഡ് ഒരു നേഴ്സായ ഒരാൾ ഈ കടമ്പ കടന്നാൽ മാത്രമേ നമുക്കൊരു നല്ല ലൈഫ് കിട്ടത്തുള്ളൂ. നമുക്ക് വിദേശത്ത് പോകണം ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ ചിലരെന്നെ കാണിക്കും ഒരു 2 റൗണ്ട് എഴുതിയിട്ട് സ്റ്റോപ്പ് ചെയ്യും, പൈസ മുടക്കണ്ടല്ലോ. പക്ഷെ അത് തെറ്റാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞത്. ഇപ്പം ഞാനായാൽ പോലും അത് കിട്ടിയേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിൽ പോയതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. പൈസ സത്യം നമ്മളൊരു 35,000 ആയിരിക്കും നിയർലി. പിന്നെ എത്ര വരുമായിരുന്നു, കുറച്ച് പഠിക്കുന്നതിനും എല്ലാത്തിനും കൂടി കുറച്ച് പൈസ ഒരു 2-3 തവണ എഴുതുമ്പോൾ ഈ സംഭവം ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ കിട്ടിയെന്ന് വരും. ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ പൈസയെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ചെന്നാൽ 1 മാസം ശമ്പളം കിട്ടിയാൽ തീരാവുന്ന പൈസയേ ഉള്ളൂ. അബ്സല്യൂട്ട്ലി. IRSൻ്റെ 10th ആനിവേഴ്സറി ആണ്. പലരും ചോദിക്കും, അല്ലെങ്കിൽ IRS ഇത്രയും വർഷം ചെയ്ത കാര്യങ്ങൾ, OET കേരളത്തിൽ ആദ്യം ഫോർമലി പഠിപ്പിച്ചത് IRS ആണ്. അപ്പോൾ അതിനുള്ള പ്രൂഫ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അടുത്തിടെ എന്നോട് ഒരാൾ പറഞ്ഞു, UK ഏതെങ്കിലും ഒരു സിറ്റിയിൽ, doesn't have to be London, like you are in Brighton, ഏത് സ്ഥലത്ത് പോയാലും IRSലെ ആലംനൈ അവിടെ എല്ലാം ഉണ്ട്. കേരളത്തിലെ മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചതിനേക്കാൾ കൂടുതൽ നഴ്സസും ഹെൽത്ത് പ്രൊഫഷണൽസിലും UK IRSലെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല രീതിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം എൻ്റെ ബാച്ചിൽ തന്നെ പഠിച്ച, ഞങ്ങൾ ഒരുമിച്ച് പാസ്സായ
എനിക്കിതൊരു 10 മേളിലുള്ള ആൾക്കാർ ഓൾറെഡി എൻ്റെ കോണ്ടാക്റ്റിലുണ്ട്. കോണ്ടാക്റ്റിൽ ഇല്ലാത്തവർ എത്ര, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന 4 പേരും ഇവിടെ തന്നെ പഠിച്ച് പോകുന്നവരാണ്. അതുപോലെ ഇപ്പം 4-5 പേര് തന്നെ ഞങ്ങൾ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നത്. അതെല്ലാവരും ഇവിടുന്ന് പോയ ഒരുപാട് പേരുണ്ട്. ആദ്യം ചെന്ന സമയങ്ങളിലെ കണക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ നമ്മുടെ ഫാമിലി അതിനൊരു ടൈമിങ് കിട്ടത്തില്ല, ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഒരുപാട് പേരുണ്ട്. So we have hundreds of silent ambassadors and loud ambassadors like George. ജോർജിൻ്റെ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്നോർത്താണ്. കാരണം we believe that we change lives of people, and we are so happy for George and hundreds of students, candidates at IRS. So best wishes and hope to see you as a manager. Thank you.